ഉത്തർപ്രദേശിൽ ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് 8 മരണം സംഭവിച്ചിരിക്കുന്നു. സുൽത്താൻപൂരിൽ 7-ഉം അമേഠിയിലും അയോധ്യയിലും 3 പേർ വീതവും പൂർവാഞ്ചലിൽ 5 പേരുമാണ് മരിച്ചത്. വിവിധയിടങ്ങളിൽ വൈദ്യുതിയും തടസ്സപ്പെട്ടിട്ടുണ്ട്. YS അഭിനന്ദ് വിവരങ്ങൾ നൽകും. അഭിനന്ദ്, ഇപ്പോൾ കനത്ത മഴയിൽ UP-യിൽ വലിയ നാശനഷ്ടങ്ങളും മരണവും ഉണ്ടായിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, കനത്ത ചൂടിനിടയിൽ ആശ്വാസമഴ ലഭിക്കാൻ കേരളം കാത്തിരിക്കുമ്പോൾ കനത്ത ചൂടും ഉഷ്ണതരംഗത്തിനിടയിൽ ഇപ്പോൾ ഒരു ദുരിത മഴയാണ് ഉത്തർപ്രദേശിനെ തേടിയെത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ ഇപ്പോൾ 68 ജില്ലകൾക്കാണ് കനത്ത മഴയെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. 5 ദിവസത്തേക്ക് കാലാവസ്ഥ ഇങ്ങനെ തന്നെ തുടരുമെന്നുമാണ് വ്യക്തമാക്കുന്നത്. ഇന്നലെയോടുകൂടിയാണ് മഴ അവിടെ വലിയ രീതിയിൽ തന്നെ ആരംഭിക്കുന്നത്. ഇന്നലെ ദില്ലിയിലും മഴ പെയ്തിരുന്നതിന് പിന്നാലെ 8 മണിയോടുകൂടി ഉത്തർപ്രദേശിൽ മഴ ആരംഭിക്കുന്നു. പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള കേടുപാടുകളും ദുരിതങ്ങളുമാണ് സംഭവിച്ചിരിക്കുന്നത്. 18 പേരാണ് മരിച്ചതിനകത്ത് നിരവധി പേർക്ക് പരിക്കേറ്റത്. ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് സുൽത്താൻപൂരിലാണ്. അയോധ്യയിലും അമേഠിയിലുമായി 2 പേർ വീതം മരിച്ചു. പ്രയാഗ്രാജിലും ഗാസിപ്പൂരിലും ഓരോ മരണമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മരിച്ചവരിൽ കുട്ടികളുമുണ്ട് എന്നതാണ് ഏറെ സങ്കടകരമായ കാര്യം. കൊടുങ്കാറ്റില് ഇപ്പോൾ വാരണാസിയിൽ 100 കിലോമീറ്ററിലും അയോധ്യയിൽ 87 കിലോമീറ്ററാണ് കൊടുങ്കാറ്റ് വീശിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കർശനമായിട്ട് ജാഗ്രത നിർദ്ദേശം അത് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നു. തൊഴിലാളികളൊന്നും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളെ സ്കൂളിൽ അടക്കം വിടേണ്ടതില്ല. അതുകൊണ്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. 68 ജില്ലകൾക്കാണ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്നലെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയിൽ വീടുകൾ തകർന്നു. പ്രയാഗ്രാജിലാണ് ഏറ്റവും കൂടുതൽ ദുരിതം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. ഇനി 5 ദിവസം ഇതുപോലെ തന്നെ മഴ തുടരുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഉത്തരേന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 45 ഡിഗ്രി സെൽഷ്യസ് കടന്നിരുന്നു അവിടുത്തെ ചൂട്. അതിനിടയിൽ ഒരു ആശ്വാസമായി വന്ന മഴ ഇപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള ദുരിതമാണ് പല സ്ഥലങ്ങളിലും വിതച്ചിരിക്കുന്നത്. ശരി, YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. UP-യിൽ കനത്ത മഴയാണ്. കനത്ത മഴയിൽ 18 മരണം വിവിധയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു.